ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ഒരു യൂത്തിനോടനുബന്ധിച്ച് ദൈവസ്ഥാനിലെ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്ന ടീമിനോട് നന്ദി അറിയിക്കുന്നു. ഞാൻ മെസ്സേജ് പറയുന്ന ഒരാളല്ല, അതുകൊണ്ട് നിങ്ങളങ്ങനെ വലിയ മെസ്സേജൊന്നും പ്രതീക്ഷിക്കേണ്ട. ജിനോ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജിനോ വേറെ ആരുടെയും ഞാൻ മെസ്സേജ് പറയത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഒന്ന് രണ്ട് കാര്യം എൻ്റെ മനസ്സിൽ അന്നേരം പെട്ടെന്ന് ഒരു ചിന്ത ദൈവം തന്നപ്പോൾ ഞാൻ പിന്നെ അത് നോ പറഞ്ഞില്ല. കാരണം ഞാൻ നിങ്ങളുടെ ഒരു എൻകറേജ്മെൻറ്റിനൂടി പറയുകയാണ്, നമുക്കങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നാൽ നമ്മളത് നോ പറയരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് കഴിവില്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കാം, പക്ഷേ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പ്ലാൻ കാണും. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ജിനോട് ഞാൻ ആദ്യം നോ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എൻ്റെ ടെസ്റ്റ് മണിയോ എന്തെങ്കിലും പറയാം എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയുണ്ടായി. കാരണം എനിക്കിങ്ങനെ മുമ്പിൽ വന്ന്, നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും, പക്ഷേ ഇങ്ങനെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന കാര്യത്തിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. എൻ്റെ മമ്മി ടീച്ചറായിരുന്നു, എൻ്റെ ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പം മമ്മി മരിച്ച സമയത്ത് ഇതുപോലെ അവർ പറഞ്ഞു സ്കൂളിൽ ടീച്ചറായിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഡാഡി എന്നോട് ചോദിച്ചു, ഞാൻ വലുതായപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് ടീച്ചറാകാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊഫഷൻ ഇഷ്ടമാണ്, പക്ഷേ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കുന്ന എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി എന്താണ് മെസ്സേജ് പറയുന്നത് എന്നുള്ള രീതി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ദൈവം തന്ന ഒരു വചനമെന്ന് പറഞ്ഞാൽ 2 ശമൂവേൽ 7 നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. 7:18 വാക്യം, നീ എന്നെ ഇത്രത്തോളം, കർത്താവായ യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ ഗൃഹം എന്തുള്ളൂ. ഇതാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ദൈവം തന്നൊരു വാക്യം. എന്നാൽ എന്ത് പറയണം ഇതിനകത്തുനിന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ ഡ്യൂട്ടി ഇരിക്കുമ്പോൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിൽ ഈ വാക്യം കടന്നു വരുന്നെങ്കിലും അറിയത്തില്ല. നമ്മൾ ഈ വചനം ഞാൻ എന്നിട്ട് ഇത് വായിച്ചു, 1-2 പ്രാവശ്യം വായിച്ചു. അപ്പം ഈ 2 ശമൂവേൽ 7 അധ്യായം അതിൻ്റെ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാം, അവിടെ നാഥാൻ പ്രവാചകനോട് ദൈവം അരുളപ്പാട് അറിയിക്കുകയാണ്. ദാവീദിനോട് അറിയിക്കാൻ വേണ്ടി അവിടെ നാഥാൻ പ്രവാചകനിൽ കൂടെ ദാവീദിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നതായിട്ട് കാണുന്നത്. അതിൻ്റെ 7 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ, നിൻ്റെ ഗൃഹവും നിൻ്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും. നമ്മൾ ആ അധ്യായം ഇങ്ങനെ വായിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കവനൻറ്റ് ആണ് അവിടെ ദാവീദിനോടുള്ളത്. അതിൻ്റെ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പല പ്രോമിസസും ദൈവം ദാവീദിന് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കവനൻറ്റ് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ ആ അരുളപ്പാട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 3-4 ക്യാരക്ടേഴ്സ് ദാവീദിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നാമതായിട്ടുള്ളത് ഹ്യൂമിലിറ്റിയാണ്. ഹ്യൂമിലിറ്റി ബിഫോർ ഗോഡ്. നമുക്കറിയാം ദാവീദ് ഒരു രാജാവായിരുന്നു. രാജാവെന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ, സക്സസ്ഫുൾ, അതുപോലെ ഒരു വിക്ടോറിയസ് ഇൻ ബാറ്റിൽ. യുദ്ധങ്ങൾക്കൊക്കെ പോകുമ്പോഴും ദാവീദ് അങ്ങനെ ശക്തനായി നിന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാം. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ നോക്കുക, ഈ വചനത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ ദൈവം അരുളപ്പാട് അറിയിച്ചപ്പോൾ തൻ്റെ ആ എളിമ, ആ ഹ്യൂമിലിറ്റി എന്തുമാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ദാവീദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹൂ ആം ഐ, ഞാൻ ആരാണ്? അത് ദാവീദ് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഒരു രാജാവ്, ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ അത്ര ഒരു ഹമ്പിൾ ആകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കണം. കാരണം ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ദാവീദ്. അതുകൊണ്ടാണ് ദാവീദ് അത് അക്നോളജ് ചെയ്തത്. തൻ്റെ കഴിവോ തൻ്റെ മിടുക്കോ ഒന്നുമല്ല, ദൈവം എന്നെ ഇത്രത്തോളം കണ്ടുവരുവാനിടയായത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണെന്ന് അവിടെ അത് ദാവീദിന് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കണം, നമ്മൾ ഏത് പൊസിഷനിലിരിക്കുന്നോ, എവിടെ വർക്ക് ചെയ്യുന്നോ, ഇതൊന്നും ദൈവസന്നിധിയിൽ ദൈവമക്കളെ അത് ദൈവം നമുക്ക് നന്മ തരുന്നു, അത് നല്ലതാണ്. പക്ഷേങ്കിൽ ഒരിക്കലും നമ്മളതിനൊരു ക്രെഡിറ്റ് എടുക്കുന്ന വ്യക്തിയാകല്ല. ഇപ്പോൾ ഒരു നേഴ്സിങ്ങിൻ്റെ സൈഡിൽ തന്നെ ബാൻഡ് 6 ആണോ 7 ആണോ 8 ഡസൻറ്റ് മാറ്റർ. അതൊന്നും ദൈവത്തിന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ഈക്വലാണ്. അവിടെ എല്ലാവരും ഒരുപോലെ കർത്താവ് കാണുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ഒത്തിരി ഹ്യൂമിലിറ്റി നമ്മുടെ ജീവിതത്തിൽ, ആ ഹ്യൂമിലിറ്റി ബിഫോർ ഗോഡ് എന്ന് പറഞ്ഞാൽ ആ ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന, അതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ ഇത്ര മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ ദൈവവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ദൈവമേ ഞാൻ എന്തുള്ളൂ, എന്തെങ്കിലും എനിക്ക് അതിനകത്ത് പ്രശംസിക്കാനുണ്ടോ? ആ ഒരൊറ്റ ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ നമുക്ക് ആ ദൈവവുമായിട്ട് ആ ഒരു ചിന്ത, അല്ലെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാത്തപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ഞാൻ ആരോ ആണ് എന്നൊക്കെയുള്ള. എന്നാൽ ദാവീദിൻ്റെ ഒരു ക്യാരക്ടർ അതായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തൻ്റെ ഹ്യൂമിലിറ്റി. രണ്ടാമതായിട്ട് കാണാൻ കഴിയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്.
ദാവീദിൻ്റെയും തൻ്റെ കുടുംബത്തോടും ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്, ദാവീദിന് ദൈവത്തിൻ്റെ കാരണം ഇത്രയൊക്കെ തൻ്റെ ജീവിതത്തിൽ ചെയ്തപ്പോഴും താൻ ദൈവത്തോട് നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ദാവീദിന് അത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ എക്സ്പ്രഷൻ അല്ലേ? നമ്മളൊരാളിപ്പോൾ കുഞ്ഞുങ്ങളോട് തന്നെ നമ്മൾ പറയും, എടാ ഇത്രയൊക്കെ ഞാൻ അവൾക്ക് ചെയ്തു കൊടുത്തിട്ട് അവൾക്കൊരു നന്ദി ഇല്ലല്ലോ അല്ലേ? കാരണം അവരത് എക്സ്പ്രസ് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു ഭാരമായിട്ട് വരും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ, ഞാൻ ആലയത്തെ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ആരാധനയ്ക്ക് ഇവിടെ കടന്നു വരുന്നു, നമ്മളിവിടെ മൗനമായി വന്നിരുന്ന് നമ്മളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരാണ്. കാരണം പലപ്പോഴും നിങ്ങൾക്കൊന്നും തോന്നരുത് ഞാൻ പറയുന്നതിൽ, പലപ്പോഴും എനിക്ക് പ്രയാസം തോന്നിയൊരു കാര്യം, ഇവിടെ ദൈവദാസന്മാർ പറയും, സഹോദരന്മാരല്ലേ സഹോദരിമാർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഭയങ്കര സൈലൻറ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്നിട്ട് മൗനമായി ഇരുന്നിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നി, ദൈവമേ ആർക്കും ദൈവം ഒരു ഉപകാരവും ചെയ്തിട്ടില്ലേ? കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്താൽ കർത്താവിൻ്റെ മുമ്പിൽ ദൈവമക്കളെ നമുക്ക് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? നമുക്കൊരു നിമിഷം പോലും മൗനമായിരിക്കാൻ കഴിയത്തില്ല. കാരണം ഓരോ ദിവസവും ദൈവം നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ, പ്രത്യേകിച്ച് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന മേഖലകളിലാണെങ്കിലും ഒരു നിസ്സാര കാര്യം മതി, നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുതൽ നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ ആലയത്തിൽ കടന്നു വന്നൊന്ന് ആരാധിക്കാൻ നമ്മളെ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മളെ അവർ പുഷ് ചെയ്തിട്ടാണ്, അല്ലേ നമ്മളോട് ഫോഴ്സ് ചെയ്തിട്ടാണോ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നത്? അല്ല, നമ്മൾ ജോലി ചെയ്യും. അവർ നോക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലി ചെയ്യും. കാരണം ആ ജോലിയോടുള്ള നമ്മുടെ ആത്മാർത്ഥത. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പോൾ ഈ ദാവീദിനെ പോലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ദൈവസന്നിധിയിൽ ദൈവമക്കളെ നമുക്കുണ്ടായിരിക്കണം. ആ നന്ദി ഹൃദയമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഒരു മടി വരത്തില്ല. അതിനകത്ത് ഭംഗി വാക്കുകളൊന്നും ഒരു വിഷയമല്ല, ആരും ശ്രദ്ധിക്കത്തില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കാറില്ല. ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ചെറുതാണോ അല്ലേ മറ്റുള്ളവരെന്ത് പറയാം, അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ ദൈവത്തെ ഓർത്ത് നമ്മൾ കടന്നു വരരുത്. നമ്മൾ ദൈവസന്നിധി കാരണം ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ കടന്നു വരുന്നത് കർത്താവിന് നന്ദി അർപ്പിക്കാനാണ്. നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരമായിട്ട് കാണൽ, ആരാധനയെ നമ്മൾ ഒരിക്കലും അലക്ഷ്യമാക്കരുത്, അല്ലേ ആരാധനയെ നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. കാരണം ദൈവസന്നിധി നന്ദി അർപ്പിക്കേണ്ടത് അത് ആരാധനയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫ്രേസ് കാണുന്നുണ്ട്, ദിസ് ഫാർ, അതായത് ഇത്രത്തോളം കൊണ്ടുവരുവാൻ എന്നൊരു ഇത്രത്തോളം എന്നൊരു വാക്ക് അവിടെ ദാവീദ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഇത്രത്തോളം എന്ന് പറയുമ്പോൾ താൻ ഒരു ജേർണി അല്ലേ, ഒരു ജേർണിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന ഉടനെ നമുക്കറിയാം ദാവീദിൻ്റെ ജീവിതത്തിൽ താനൊരാട്ടിടയനായിരുന്നു, അവിടുന്ന് ദൈവം ഒരു രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമുക്കറിയാം ദാവീദ് കടന്നുപോയ അവസ്ഥകളും ഒക്കെയും. എന്നാൽ അവിടെ ഒക്കെ ദൈവം കൂടെ ഇരുന്ന് തന്നെ ഒരു രാജാവാക്കി ദൈവം അവിടെ നിർത്തി. അപ്പം നമ്മുടെ ലൈഫിലും ദൈവമക്കളെ നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, നമ്മൾ എവിടെയായിരുന്നു, എവിടെ ദൈവം നമ്മളെ എത്തിച്ചു. ഇപ്പം നിങ്ങൾക്കൊക്കെ പറയുമായിരിക്കും, ഞാൻ നാട്ടിലായിരുന്നു, ഇന്ത്യയിലായിരുന്നു, അവിടുന്ന് ദൈവം എന്നെ UK കൊണ്ടുവന്നു. നമ്മൾ ഒരിക്കലും അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. കാരണം ഇനിയും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്യുവാനുണ്ട്. കാരണം ഞാൻ ഓർക്കുകയാണ്, ഞാൻ 2000 ഞാൻ UK കടന്നു വന്നത്. ഞാനിവിടെ കടന്നു വന്ന സമയത്ത് എനിക്കിവിടെ ഒരു ചർച്ചോ ദൈവമക്കളോ എനിക്ക് ആരെയും അറിയത്തില്ല. ഞങ്ങൾ 14 പേര് കടന്നു വന്നു. അന്ന് മൊബൈൽ ഫോൺ പോലും ഇല്ല. ഞങ്ങൾ പലരും പല സ്ഥലത്ത് കടന്നുപോയി. എന്നാൽ കടന്നു വന്നു, ഞാൻ ഹീത്രോയിൽ വന്നു. നെക്സ്റ്റ് ഡേയിൽ എൻ്റെ മാനേജർ വന്നു കളക്ട് ചെയ്ത് പോകുന്ന വഴിക്കാണ്, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാതെ പോകുന്ന വഴിക്കാണ് എൻ്റെ പാസ്പോർട്ട് നഷ്ടമാകുന്നത്. പാസ്പോർട്ട് നഷ്ടമാകുമെന്ന് പറഞ്ഞാൽ അവർ പിക്ക് ചെയ്യാൻ വന്നു. അവർ അപ്ടൺ പാർക്ക്, അന്നൊക്കെ എനിക്ക് ലണ്ടൻ എന്തുവാന്ന് പോലും അറിയത്തില്ല, അപ്ടൺ പാർക്കിലാണ് അവർ കാറ് പാർക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നീ ആദ്യമായിട്ടല്ലേ UK ഞങ്ങളുടെ കൂടെ വാ. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയതാണ് ഷോപ്പിങ്ങിന്. എൻ്റെ ഫുൾ സാധനവും ഞാൻ എൻ്റെ കാറിൽ വെച്ചിട്ട്, എൻ്റെ ഹാൻഡ് ബാഗ് ഉൾപ്പെടെ ഫുൾ സാധനം ഞാൻ കാറിൽ വെച്ചിട്ടാണ് പോയത്. എന്നാൽ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആ കാറ് എൻ്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ട് എൻ്റെ മുഴുവൻ സാധനം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. എൻ്റെ ലഗേജ് മാത്രം ബാക്കിൽ കാർ ബൂട്ടിലായിരുന്നുണ്ട്, അത് മാത്രം കിട്ടി. ഹാൻഡ് ബാഗ് ഉൾപ്പെടെ എൻ്റെ പാസ്പോർട്ട്, കൊണ്ടുവന്ന പൈസകളെ, വർക്ക് പെർമിറ്റ്, ഫുൾ സാധനവും. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇന്നൊക്കെയാണെങ്കിൽ ആരെങ്കിലും ഇവിടെ UK വന്നാൽ നമുക്കൊന്ന് വിളിക്കാനോ ഒന്ന് പറയാനോ ഒക്കെ ആൾക്കാരുണ്ട്, അല്ലേ ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെ ഇങ്ങനൊരു വിഷയമാണെന്ന് പറയാം. അന്ന് ആരുമില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയപ്പോൾ എനിക്കറിയത്തില്ല ദൈവം എന്നെ നടത്തിയെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ചുരുക്കമായിട്ട് പറയുകയാണ്. എന്നാൽ ആ സമയത്തൊക്കെയും നമുക്കൊന്ന് ഫോൺ വിളിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഡാഡിയെ വിളിക്കണമെങ്കിൽ ഞാൻ വെളിയിൽ പോയി ബൂത്തിൽ പോയി 10 പൗണ്ടിൻ്റെ ഒരു കാർഡ് മേടിക്കണം, 15 മിനിറ്റ് കൂടെ അത് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒത്തിരി സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി. എന്നാൽ
അവിടെയൊക്കെ എന്നെ നിർത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം ഞാൻ എൻ്റെ ഇതിലേക്ക് നോക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവമേ ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നല്ലോ. അപ്പം നമ്മുടെ ആ വന്ന ജേർണികൾ നമ്മൾ ഒരിക്കലും ദൈവമക്കളെ മറക്കരുത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് കർത്താവിനോട് നമുക്ക് നന്ദിയോടെ പറയാൻ പറ്റുന്നത്, കർത്താവെ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആരുള്ളൂ, എൻ്റെ ഗൃഹം എന്തുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഒരവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ മാറ്റണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് എനിക്ക് ദാവീദിൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് ഇത്രത്തോളം കർത്താവിനെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗൃഹം എന്തുള്ളൂ എന്നുള്ള വചനം വെച്ചപ്പോൾ മൂന്നാമതായിട്ട് വന്നേ തനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം, ഐഡൻറ്റിറ്റി റൂട്ടഡ് ഇൻ ഗോഡ്. സോ നാം സാഹചര്യങ്ങളെ പുകഴ്ത്തുന്നവരായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രശംസയ്ക്കോ നമ്മൾ പോകുന്നവരായിട്ടായിരിക്കരുത്. എപ്പോഴും നമ്മുടെ വാക്കുകൾ, നമ്മളെപ്പോഴും സംസാരങ്ങൾ അത് ദൈവത്തിൻ്റെ വചനം അല്ലെ ദൈവത്തെ മഹത്വപ്പെടുന്നത്, വചനമെന്ന് ഞാൻ പറയുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം നമ്മളിൽ നിന്ന് നമ്മുടെ വായിൽ നിന്ന് വരുന്നതും. നമ്മൾ ദാവീദിൻ്റെ ആ ജീവിതത്തിലേക്ക് നോക്കിയാൽ താൻ ആ രാജാവായി ആ റോയൽ സ്റ്റാറ്റസ് ഇരുന്ന സമയത്ത് തന്നെ ദൈവവുമായി തനിക്ക് ബന്ധമുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ സങ്കടം ബോധിപ്പിച്ച് എൻ്റെ ദൈവത്തോട് കരയും. അപ്പോഴും പ്രാർത്ഥനയും ദൈവവുമായിട്ടൊരു റൂട്ടഡ് ആ ഒരു ബന്ധം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ദൈവത്തിൽ ഉറപ്പിക്കുന്ന ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ട് നമുക്കിടയായി തീരണം. നമ്മൾ നാലാമതായിട്ട് ഗോഡ്സ് ഗ്രേസ് ഈസ് പേഴ്സണൽ. ദൈവം പേഴ്സണൽ പ്രോമിസസ് ദാവീദിൻ്റെ ജീവിതത്തിൽ കൊടുത്തിരുന്നു. ഇവിടെ ഈ 7-ാം അധ്യായം വായിച്ചപ്പോഴും ഒരുപാട് കാര്യങ്ങൾ, നീ സഞ്ചരിച്ച് വരുന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിൻ്റെ സകല ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ ഛേദിച്ച് കളയും. അങ്ങനെ 9 അത് കഴിഞ്ഞ് തൻ്റെ തലമുറയെപ്പറ്റി പറയുന്നുണ്ട്. തൻ്റെ മകന് ഞാൻ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ സകല ശത്രുക്കളെ അടക്കി നിനക്ക് സ്വസ്ഥത നൽകുക. അത്രയുമല്ല, യഹോവ നിൻ്റെ ഒരു ഗൃഹം ഉണ്ടാക്കുമെന്ന് ഞാൻ നിന്നോട് അറിയിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ പിതാക്കന്മാരോട് നിദ്ര പ്രാപിക്കുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തും. അപ്പോൾ ഇവിടെയൊക്കെയും താഴോട്ട് വായിക്കുമ്പോഴും തൻ്റെ തലമുറയെക്കുറിച്ചൊക്കെ ദൈവം അവിടെ ദാവീദിനോട് സംസാരിക്കുക. അപ്പം ഒരു പേഴ്സണൽ ഗ്രേസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രോമിസസും ദാവീദിന് ദൈവം കൊടുത്തിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം അതുപോലെ ഓരോ പ്രോമിസസ് തന്നിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ കുടുംബത്തെ പറ്റി, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ഒരു പേഴ്സണൽ പ്രോമിസസ് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നിന്നൊക്കെ സംസാരിച്ചപ്പോൾ ഇതൊക്കെ ടച്ച് ചെയ്താണ് കർത്താവിൻ്റെ ദാസൻ സംസാരിച്ച പ്രാർത്ഥനയെപ്പറ്റിയും. അതുപോലെ ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ, പിശാച് മുതലെടുക്കും, പിശാച് തട്ടിക്കൊണ്ടുപോകും. വളരെ കറക്റ്റാണ്. നമ്മുടെ മേൽ പ്രോമിസസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, അത് നിറവേറുമെന്ന്. ദൈവം ചെയ്യും. പക്ഷെങ്കിൽ നമ്മൾ ആ ട്രാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, നമ്മൾ ആ ട്രാക്കിൽ നിന്ന് ഒരിച്ചിരൊന്ന് സ്ലിപ്പായി, നിങ്ങൾക്കറിയാമല്ലോ ഒരു ട്രെയിൻ പോകുമ്പോൾ ആ ട്രാക്കിൽ നിന്ന് ഇച്ചിരൊന്ന് സ്ലിപ്പായാൽ ഫുൾ ട്രെയിനാണ് അവിടെ ഇതായി പോകുന്നത് എന്ന് പറഞ്ഞതുപോലാണ് ദൈവമക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ആ ട്രാക്കിൽ നിന്ന് ഒരു ചെറിയ ഒരു ചലനം നമുക്ക് മാറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോമിസസോ തലമുറയുടെ മേലായാലും നമ്മുടെ മേലായാലും കുടുംബത്തിന്മേലായാലും ഉള്ള പ്രോമിസസ് നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥനാ ലൈഫിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു സെൻറ്ററിൽ നിൽക്കുവാനായിട്ട് ഇടയാകണം. ഇവിടെ ദാവീദ് ഒരിക്കലും ആ ഇസ്രായേലിനെ ഭരിക്കുന്ന സമയത്തും ദാവീദ് ഒരിക്കലും പറഞ്ഞില്ല ഞാനൊരു രാജാവാണ്, അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ പലപ്പോഴും ഡ്യൂട്ടി കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ലൈഫിൽ നമ്മൾ ഒത്തിരി കോംപ്രമൈസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ പ്രയോറിറ്റി മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ ദാവീദിൻ്റെ ഈ സ്വഭാവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെ, രാജാവായി ദൈവം ഇരുത്തിയപ്പോഴും താൻ അതും ചെയ്തു, അതോടൊപ്പം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും കൊടുത്തു. തൻ്റെ പ്രാർത്ഥനയിലോ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലും താൻ ഒരു തടസ്സമോടെ വരുത്തിയതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ഇത്രത്തോളം ദാവീദിനെ മാനിച്ചു. ഇത്രത്തോളം ശത്രുക്കളുടേതായ മുമ്പിലെ ഫൈറ്റിങ്ങിൽ അല്ലെങ്കിൽ യുദ്ധത്തിന് പോയപ്പോഴും എല്ലാ കാര്യത്തിലും ദൈവം കൂടെ ഇരുന്ന ഒരു ജയാളിയായി ദൈവം ദാവീദിനെ നിർത്തി. വിശ്വസ്തയോടെ തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, വിശ്വസ്തയോടെ തൻ്റെ ആ സേവ ദൈവം മുമ്പാകെ നല്ലതെന്ന് കണ്ടാണ് കർത്താവ് ആ രാജസ്ഥാനത്ത് ദാവീദിനെ ഇരുത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതുപോലെ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നമ്മളുമായി തീരുവാൻ എത്ര തിരക്കുകൾ വന്നാലും നമ്മുടെ പ്രാർത്ഥനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ മുടക്കാതെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ പോകുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് എവിടെ നിന്നാണ് ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നത്. നമ്മളത് മറന്നു പോരും. നാം എന്തിനാണ് ഇന്ന് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കേണ്ടത്? അതുപോലെ നമ്മൾ ദാവീദിനെ പോലെ ഒരു നല്ല ഹാർട്ടിൻ്റെ ഉടമയാണോ? ഹംബിൾ, ഗ്രേറ്റ്
ഗ്രേറ്റ്ഫുൾ ആൻഡ് ഗോഡ് സെൻറ്റേഡ് അങ്ങനൊരു ലൈഫുള്ള ഒരു വ്യക്തിയാണോ നമ്മൾ? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവസന്നിധി നമ്മളെ തന്നെ മടക്കിക്കൊണ്ടുവരണം. ഞാൻ ഉൾപ്പെടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചിന്തിക്കുക, എവിടെയാണ് ഞാൻ തെറ്റിപ്പോയിരിക്കുന്നത്? കർത്താവെ, ഈ ദിവസങ്ങളിൽ എന്നെ മടക്കിക്കൊണ്ടുവരണമെന്ന്. ഞാൻ സാക്ഷ്യം പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആൻറ്റി അങ്കിൾ ഇവിടെ വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ഒരിക്കൽ പോലും, ഞാൻ എപ്പോഴും ആൻറ്റിയെ വിളിക്കും, സംസാരിക്കും, ഒരിക്കൽ പോലും ഞങ്ങൾ അവർ UK വരുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യമേ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. എന്നാൽ പെട്ടെന്നായിരുന്നു എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, കർത്താവ് ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ ഇന്ന് ഞാൻ ഈ വാക്യം തന്നെ എടുത്ത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ പറയട്ടെ, കർത്താവ് അതുപോലും എൻ്റെ മുമ്പിൽ ദൈവം ശേഷിപ്പിച്ചില്ല. നാളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിക്കുവാൻ എനിക്കൊരമ്മയുടെ സ്നേഹം കിട്ടിയില്ലല്ലോ കർത്താവ് എന്നുപോലും ചോദിക്കുവാൻ ദൈവം എനിക്കിട വന്നില്ല. അതുപോലും ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിക്കാത്ത സ്ഥാനത്ത് ദൈവം അവിടെയും കൊണ്ടുവന്ന് ദൈവം ആ ഒരു രീതിയിലും ആക്കി തീർത്ത ദൈവത്തിൻ്റെ വിശ്വസ്തത ഞാൻ ഇപ്പോൾ തന്നെ ഓർക്കുകയാണ്. ഈ വാചനം വായിച്ചപ്പോൾ അതെന്നെ ഒന്നുകൂടെ കർത്താവ് ബലപ്പെടുത്തുവാനിടയായി. നമുക്ക് ഓരോരുത്തർക്കും പറയുവാനിടയാകട്ടെ, കർത്താവ് ഇത്രത്തോളം ഞാനും എൻ്റെ കുടുംബവും നിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, എൻ്റെ നിൻ്റെ ഗൃഹവും നീ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എൻ്റെ ഗൃഹവും എന്തുള്ളൂ എന്ന് ദാവീദിനെ പോലെ പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.